കൊറിയൻ ഗ്ലാസ് സ്കിൻ കുറേ കാലം മുന്നേ കുറച്ച് നാൾ മുന്നേ വരെ എന്തുമാത്രം ഫേമസ് ആയിരുന്നു. ആക്ച്വലി അവരുടെ സ്കിന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും, ഈ ആപ്പിൾ ഓഫ് ദി ചിക്സ് ഇല്ലേ, ആ കവളിൻ്റെ ആ ഒരു ഭാഗത്ത് ഭയങ്കര തിളക്കമായിരിക്കും, ഭയങ്കര റിഫ്ലക്ഷൻ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് കുറേ ക്രീംസും ടോണേഴ്സും സിറംസും എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ എല്ലാത്തിൻ്റെയും കീ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റൈസ് ഫ്ലോർ ആണ്. അപ്പോൾ റൈസ് ഫ്ലോർ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഗ്ലാസ് സ്കിൻ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും പൊടിക്കൈകളും അതുപോലെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളും എൻ്റെ ഒരു സ്കിൻ കെയറിൽ ഞാൻ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടിപ്സും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. സോ നിങ്ങൾ മുഴുവൻ വീഡിയോയും കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം എല്ലാവരും തന്നെ എൻ്റെ കുഞ്ഞ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോലെ. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് ഫസ്റ്റ് തന്നെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതായത് നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്ത് നല്ലോണം ക്ലീൻ ചെയ്യുക. പിന്നെ മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണോ ഡെയിലി ലൈഫിൽ, അതുപോലെ മേക്കപ്പ് റിമൂവ് ചെയ്യുക. മിസലർ ക്ലെൻസർ, ഓയിൽ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്ത് ഒന്ന് വാഷ് ചെയ്താൽ മതി. നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ടും മേക്കപ്പ് ഒക്കെ തന്നെ പോയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് പറയാം. വളരെ എഫക്റ്റീവാണ്. കുറച്ച് നേരം നമ്മളിത് വെച്ചിരിക്കുന്നുണ്ട്, അതിനുശേഷമാണ് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഫസ്റ്റ് തന്നെ ഒരു ക്ലീൻ ബൗളിൽ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ ഹീറോ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ഒരു 2 സ്പൂണോളം മതിയാവും കേട്ടോ. ചെറിയ സ്പൂണാണ്, അതിൽ 2 സ്പൂണോളം മതിയാവും നമുക്ക് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണം തോന്നുകയാണെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് റൈസ് ഫ്ലോർ എടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കേണ്ടത് തേനാണ്. തേനും റൈസ് ഫ്ലോറും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എൻ്റെ ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്കിൻ കെയറിൽ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളത് അരിപ്പൊടിയും തൈരും തേനും ഒക്കെയാണ്. ഭയങ്കര നല്ല കേട്ടോ, സ്കിന്നിന് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അടിപൊളി റിസൾട്ട് കിട്ടും. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയും വേണം. ഒരു 1/4 സ്പൂൺ തേന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് മാത്രമാണ്, അതായത് നമ്മുടെ അരിപ്പൊടിയുടെ ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. ഒരു 1/4 സ്പൂൺ മാത്രം മതി. ബാക്കി വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, അത്രയും തേൻ എടുത്തിട്ട് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്. ഓരോന്നും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നേ ആയിട്ട് എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് ആദ്യം കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ അലോവേര ജെല്ല് നമുക്ക് നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ല് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് മേടിച്ച അലോവേര ജെല്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല അലോവേര ജെല്ല് നോക്കി മേടിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയതും എനിക്ക് വാങ്ങാനായിട്ട് പറ്റിയൊരു അലോവേര ജെല്ലാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും യൂസ് ചെയ്യാം, പാല് അല്ലെങ്കിൽ തൈര്, ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തേനും അലോവേര ജെല്ലും എന്നൊക്കെ പറയുന്നത് തന്നെ പല പല ടെക്സ്ചറിലുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ മിക്സായി വരാനായിട്ട് കുറച്ച് പാടായിരിക്കും. കാര്യം വേറൊന്നുമല്ല, ഓരോന്നിനും ഓരോ ടെക്സ്ചറല്ലേ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ജോയിൻ്റായി മിക്സായി വരാനായിട്ട് കുറച്ച് ടൈം പിടിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കലക്കി മിക്സാക്കി എടുക്കുക. ഇച്ചിരി വാട്ടറി ആയിരിക്കുന്നതാണ് നല്ലത്. കാര്യം നമ്മളിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും ഈ ഒരു പാക്ക്. അപ്പോഴേക്കും നമ്മുടെ അരിപ്പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് പാല് കറക്റ്റ് ഒരു ഇതിൽ വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് കറക്റ്റായിരിക്കും. അതുകൊണ്ടാണ് ഒരു പൊടിക്ക് കൂടുതൽ ലൂസായിട്ട് പാല് ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. അങ്ങനെ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അരിപ്പൊടിയാണ് നമ്മുടെ ഗ്ലാസ് സ്കിന്നിനും സ്കിൻ വൈറ്റനിങ്ങിനും ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അത് വർക്ക് ആവത്തില്ല എന്നൊരു ഡൗട്ട് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടും. പിന്നെ അടുത്ത് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരിപ്പൊടിയോടൊപ്പം നമ്മൾ തേനും അതുപോലെ തന്നെ അലോവേര ജെല്ലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 2 സാധനം ഉണ്ടല്ലോ ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാനും അതുപോലെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ഇൻസ്റ്റൻ്റായിട്ടൊരു ഗ്ലോ തരാനായിട്ട്
തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു സംഭവങ്ങളാണ് ഇത് രണ്ടും തന്നെ. നന്നായിട്ട് സ്കിന്നിനെ നറിഷ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനുമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്നും കൂടാതെ ഒരുപാട് സ്കിന്നിന് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് അലോവേര ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ തേനും എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് 4 ഇൻഗ്രീഡിയൻസും കമ്പൽസറി യൂസ് ചെയ്തേക്കണം. അത്രമാത്രം എഫക്റ്റീവാണ്. പിന്നെ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞളും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഇത് നമ്മുടെ ക്ലീൻ ഫേസിൽ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഫേസിൽ ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഡ്രൈ ആയിരിക്കുന്ന സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. മുഖം കഴുകിയിട്ട് ടവൽ വെച്ച് നമ്മളൊന്ന് ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊരു ചെറിയൊരു വെറ്റ്നസ് ഉണ്ടാവില്ലേ, ഒരു നനവ്, ആ ഒരു നനവോട് കൂടി വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അത് പിടിക്കുള്ളൂ. ഒത്തിരി ഡ്രൈ ആയി സ്കിന്ന് കംപ്ലീറ്റ്ലി ഡ്രൈ ആയി വരണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പാക്കിന് അത്രയ്ക്ക് അങ്ങോട്ട് റിസൾട്ട് കിട്ടാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആയി, നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇച്ചിരി റോസ് വാട്ടറോ സാധാരണ പച്ചവെള്ളമോ നമ്മുടെ സ്കിന്നിലൊന്ന് സ്പ്രേ ചെയ്ത് ഒന്നും കൂടെ ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നിങ്ങൾ ഈ ഒരു പാക്കിൻ്റെ കാര്യത്തിലല്ല, എല്ലാ പാക്സിലും യൂസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത്, ആ ഒരു ഡ്രൈനെസ്സിൻ്റെ കാര്യത്തിൽ എന്താണോ ഫീൽ ആവുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തില്ല. കാര്യം എൻ്റെ ടീഷർട്ടിൻ്റെ കഴുത്ത് കണ്ടോ ഇങ്ങനെ മുകളിലോട്ട് കയറിയിരിക്കുക. ഇത്തിരി കൂടി ഇറക്കം ഉണ്ടായിരുന്നെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വാഷ് ചെയ്യാനൊക്കെ നല്ല എളുപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുക, നല്ലതാട്ടോ, നല്ല രസമാണ്. നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റനപ്പ് ആവാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മളിപ്പോൾ എത്ര നാൾ കൊണ്ട് സ്കിൻ ഒട്ടും തന്നെ കെയർ ചെയ്യാതിരിക്കുവാണ്, എന്നിട്ട് നമുക്കതൊന്ന് റിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. അതല്ല, നമ്മൾക്ക് പുതിയതായിട്ടൊരു സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം, ഫേസ് പാക്ക് യൂസ് ചെയ്ത് തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ റൈസ് ഫ്ലോർ ആണ്. അപ്ലൈ ചെയ്യുന്ന സമയത്തായാലും വാഷ് ചെയ്ത് റിമൂവ് ചെയ്യുന്ന, നമ്മൾ കഴുകി കളയത്തില്ലേ, ആ ഒരു സമയത്തായാൽ പോലും നമ്മൾ നന്നായിട്ട് ജെൻറ്റിലായിട്ട് വേണം റിമൂവ് ചെയ്യാനായിട്ട്. വെള്ളം നന്നായിട്ട് തളിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റുക, അത്രയും മതി. അല്ലാതെ നിങ്ങൾ സ്ക്രബ് ചെയ്ത് ഉരച്ച് സ്കിന്നിനെ ഒട്ടും ഡാമേജ് ആക്കരുത്. ആഴ്ചയിൽ 1-2 ദിവസം മാത്രം എക്സ്ഫോളിയേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്താൽ മതി. ഈ ഒരു പാക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ ജെൻറ്റിലായിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്, അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ റിമൂവ് ചെയ്യുന്ന സമയത്തും ഒക്കെ തന്നെ. പിന്നെ മെയിനായിട്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇതൊരു 10 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്ന് പറഞ്ഞില്ലേ. കാര്യം വേറെ ഒന്നുമല്ല, ഭയങ്കര ഡ്രൈ ആയിരിക്കുന്ന സംഭവമാണ് അരിപ്പൊടി. അത് നന്നായിട്ട് കുതിർന്ന് കിട്ടാനാണ് ഇത് മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് വെച്ചേക്കണം എന്ന് പറയുന്നത്. പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈ ഒരു പാക്ക് കൂടുതൽ ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചൊരു 3-4 ദിവസത്തേക്കൊക്കെ അങ്ങനെ ചെയ്യണ്ട. എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാക്ക് ഒരു ദിവസമൊക്കെ വെച്ചേക്കാം, പക്ഷെ അതിൽ കൂടുതൽ വേണ്ട. കാര്യം നമ്മൾ പാല് ചേർക്കുന്ന പല ഫേസ് പാക്കും നമ്മളിതുപോലെ ഇട്ടിട്ട് ബാക്കി ഇന്ന് വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമായിട്ടാണ് ഇരിക്കുക. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളതങ്ങനെ വെച്ചേക്കണ്ട. പാല് ചേർക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴാണോ ഇടുന്നത് ആ സമയത്ത് തയ്യാറാക്കിയിട്ട് ഇട്ടാൽ മതി. തീരെ സൗകര്യമില്ലാത്തവരാണ്, സമയമില്ലാത്തവരാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ ചെയ്യാം. ബട്ട് എപ്പോഴും നല്ലത് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫേസ് പാക്ക് നന്നായിട്ട് ഒരു 15 മിനിറ്റ് വെച്ചിരുന്നിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. വളരെ ജെൻറ്റിലായിട്ട് വെള്ളം തളിച്ചു കൊടുത്ത് വാഷ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് സ്കിൻ നന്നായിട്ട് പതുക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സസ് ആയിട്ടുള്ള വെള്ളം മാത്രം ഇങ്ങനെ ഒന്ന് തുടച്ചു മാറ്റുന്നുണ്ട്. എപ്പോഴും സ്കിന്നിനെ ജെൻറ്റിലായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ ആ സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ അത് നഷ്ടമാവാതിരിക്കും. അതുപോലെ തന്നെ ഒട്ടും ഇങ്ങനെ വലിഞ്ഞു തൂങ്ങുന്നത്, റിങ്കിൾസ് വരുന്നത്, പ്രായമാകുന്നതൊക്കെ തടയാനായിട്ടും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. തടയാന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പ്രായമാവില്ല, അങ്ങനെയല്ല. നമ്മൾ പ്രായമാകുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ അതിന് ഇറിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ജെൻറ്റലായിട്ട് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് സാധാരണ എന്ത് സ്കിൻ കെയർ ആണോ ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. റോസ് വാട്ടർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏത് ടോണറാണോ യൂസ് ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട്
മോയ്സ്ചറൈസറും കൂടി ഇട്ടിട്ട് നല്ലോണം ലോക്ക് ചെയ്യുക. അപ്പോൾ പുരികത്തിൻ്റെ അവിടെ പിന്നെ നമ്മുടെ മുടിയുടെ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഫേസ് പാക്ക് ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം. അവിടേക്ക് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് നല്ലതല്ല. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്കൊരു 15 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് 15 വയസ്സിന് താഴെയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പാക്ക് യൂസ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മൈൽഡായിട്ടുള്ള സംഭവങ്ങളൊന്ന് തുടങ്ങുക. അതായത് പാല്, അരിപ്പൊടി. ഇപ്പം നിങ്ങൾ ഈ പുറത്തുനിന്ന് വാങ്ങിച്ച അലോവേര ജെല്ലും തേനും വേണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ. പാലും നമ്മുടെ അരിപ്പൊടിയും കൂടെ വെച്ച് ചെറുതായിട്ടൊന്ന് പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോ. നിങ്ങളൊരു 15 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഒന്ന് നോക്കാമല്ലോ നമുക്ക്, അങ്ങനെ ഒന്ന് തുടങ്ങിക്കോ. ഇനി 18 വയസ്സൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇച്ചിരി വലുതായവരാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിലൊരു 3-4 ദിവസം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. നിങ്ങൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ, നമ്മൾ ഫുഡായിട്ട് കഴിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, ആ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ അതുപോലെ അരിപ്പൊടി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ തുടക്കം ആയിട്ട് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. എത്ര ജെൻറ്റിലായിട്ട് സ്കിന്നിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ജെൻറ്റിലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.